ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവർക്ക് ആധിപത്യം ഉണ്ടാകട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എല്ലാ സൃഷ്ടികളെയും ഭരിക്കാനുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകി. ആദാമിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ൽ നമുക്ക് കാണാം. എന്നാൽ അവന്റെ പേര് ആദാം എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ മാത്രമാണ്. ആദാം എന്ന പേരിന്റെ അർത്ഥം ചുവന്ന മണൽ എന്നാണ്. ദൈവം ആദാമിനെ ദേഹം ദേഹി ആത്മാവുള്ള ഒരു വ്യക്തിയായി സൃഷ്ടിച്ചു. ആദാമിൽ നിന്നാണ് ഹൗവ സൃഷ്ടിക്കപ്പെട്ടത്. അവർ രണ്ടുപേരും കുട്ടികളെ പോലെ നിഷ്കളങ്കരും പാപമില്ലാത്തവരുമായിരുന്നു. എല്ലാ ദിവസവും പകലിന്റെ തണുപ്പിൽ ദൈവം അവരെ സന്ദർശിക്കുകയും അവരോടൊപ്പം നടക്കുകയും ചെയ്തു. ഏത് വർഷത്തിലാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്? ആർച്ച് ബിഷപ്പ് ജെയിംസ് ഉഷാർ ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തി വ്യത്യസ്ത രീതികൾ അവലംബിക്കുകയും ആദാം 4004 BC-യിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന തന്റെ നിഗമനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം പാസ്റ്റർ ജോൺ ലൈറ്റ്ഫുഡ് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആദാം 4004 BC വർഷത്തിൽ ഒക്ടോബർ 23-ന് രാവിലെ 9 മണിക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഈ പ്രസ്താവനകളുടെ ആധിക്യത നമുക്കറിയുകയില്ല. എന്നാൽ ഓരോ മനുഷ്യനും അവന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം അറിഞ്ഞിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന്. തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച നാം അവന്റെ മക്കളായി ജീവിക്കുകയും അവൻ ചെയ്തതുപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും വേണം. നമ്മുടെ കർത്താവ് നന്മ ചെയ്യുവാനും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ട എല്ലാവരെയും സുഖപ്പെടുത്താനും സഞ്ചരിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ചലിക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശത്തിലേക്കും നിങ്ങളെ നയിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ പറയാൻ കഴിയും. യെശയ്യാവ് 61-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണപ്പെടുന്നത് പോലെ, എളിയവരോട് സവർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബന്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും എന്ന്. ദൈവമക്കളെ, നിങ്ങളാൽ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യുക. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കാണാനും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും നിങ്ങളുടെ വെളിച്ചം അവർക്ക് മുൻപിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16 കാണപ്പെടുന്നത് പോലെ, നിങ്ങൾക്ക് കഴിവുള്ളപ്പോൾ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ അത് കർത്താവ് പാപമായി കണക്കാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം തീത്തോസ് 3-ാം അധ്യായം 14-ാം വാക്യം. നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 13, 14, 15 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 7-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.